അടുത്തൊരു മുംബൈ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അലീന ആ വീട് വിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി കാത്തിരിക്കുക. എന്നാൽ അവിടെ വിട്ട് പോകില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അത് തന്നെയാണ് പിള്ളേരും പറയുന്നത് എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് രാജീവിൻ്റെ അടുത്ത്. രാജീവ് ബാലചന്ദ്രനെ വിളിച്ചപ്പോഴത്തേക്കും പറയുക, എന്തായാലും ഒരു കാര്യം ഇതുവരെ വൈജയന്തി അറിഞ്ഞിട്ടില്ല, ഇനി അത് അറിയിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറയുക. എന്തായാലും അങ്ങോട്ട് അവളെ വിളിക്കാൻ പോയിട്ടുണ്ട് എല്ലാവരും കൂടെ. എന്നാൽ അവൾ തിരിച്ചു വന്നിട്ട് അവളെ വീണ്ടും ഇവിടുന്ന് പറഞ്ഞയച്ചാൽ എല്ലാ സത്യങ്ങളും ഞാൻ തുറന്ന് പറയും എന്നും പറയുന്നുണ്ട്. ശിവൻ്റെ അടുത്തും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ശിവനും രാജീവിനും തമ്മിൽ ഫോൺ വിളിക്കുന്നുണ്ട്. ഫോൺ വിളിച്ച് പറയുക, അലീന പോയാൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനെ തുറന്നു പറയാൻ തീരുമാനിച്ചിരിക്കുക. ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാ, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അത് തുറന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ എന്ന് രാജീവും പറയുന്നുണ്ട്. ഇതിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പണ്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളെ ഒഴിവാക്കണമെന്ന് നമുക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കുടുംബത്തിലൊരു കുട്ടിയായിപ്പോയില്ലേ, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അങ്ങനെ അവിടെ പോയിരുന്ന എല്ലാവരും കൂടെ ആഹാരം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും പറയുക, എന്തായാലും അവൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, എന്തിനാ അവൾ ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ, ഈ വീട്ടിലെ വലതുകാല് വെച്ച് കയറേണ്ടവാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് രാജീവിൻ്റെ ഭാര്യയും എല്ലാവരൊക്കെ ഇട്ടുണ്ട് ആ വീട്ടിലെ, അവരൊക്കെ പറയുന്നുണ്ട്, എന്തായാലും എന്ത് ഉദ്ദേശത്തിലാണ് പറയുന്നത് എന്നൊന്നും മനസ്സിലാവില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ്റെ ഭാര്യ പറയുക, ഒരു കാര്യം ചെയ്യ്, എനിക്ക് മനസ്സിലായി ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്, എല്ലാവരും എടുത്ത് കമത്ത് തിന്നുകയോ എടുക്കുകയോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് കഥ കടയ്ക്കുന്നുണ്ട്. അത് പറഞ്ഞത് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അത് മനസ്സിലായി. കാരണമെന്ന് വെച്ചാൽ വൈജയന്തിക്ക് ആലിനോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ആ വീട്ടിൽ ഇനി മനു കല്യാണം കഴിച്ച് കൊണ്ടുവരുമല്ലോ എന്നുള്ളൊരു ഉദ്ദേശം വെച്ചാണ് പറഞ്ഞത്. പക്ഷേ അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ എല്ലാവരും ഒരു ദേഷ്യഭാവത്തോടെ ഇരിക്കുക. എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത് പക്ഷേ ശിവന് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അറിഞ്ഞ പിന്നെ മനുവിന് ഇഷ്ടമാണെന്ന കാര്യം അറിയുകയും ചെയ്യാം. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുക എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. എന്നാൽ കൃഷ്ണയ്ക്ക് അറിയാനുള്ള കാര്യങ്ങളെല്ലാം കൃഷ്ണയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക ബബിതയുടെ അടുത്ത്. ബബിത പക്ഷേ അമ്മയുടെ മോളാന്ന് മാത്രം പറയുന്നില്ല, വേറെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ കാര്യങ്ങൾ അറിയാനുള്ള നിമിഷം ഇനി എന്തായിരിക്കുമെന്ന് കൃഷ്ണ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മനുവിൻ്റെ അടുത്ത് അലീന പോയി സംസാരിക്കുന്നുണ്ട്. എന്തായാലും എനിക്കിവിടെ നിന്ന് പോയേ പറ്റുള്ളൂ, എന്നാലേ പ്രശ്നങ്ങൾക്ക് തീരുള്ളൂ, ഇനി എന്താ ചെയ്യുക ഞാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനുവിൻ്റെ അടുത്ത്. അപ്പോൾ മനു പറയുക, ഇനി എനിക്കെന്ത് ചെയ്യാൻ പറ്റും, നീ ഇനി ഇവിടെ വിട്ട് പോകണ്ട, ഇവിടെ നിന്നാൽ മതി. എവിടെ പോകാനാ ഇനി നീ, അതാ ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് എവിടെയെങ്കിലും നല്ലൊരിടം കാണിച്ചു തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഇങ്ങോട്ടാണെങ്കിൽ എനിക്കിഷ്ടം, എന്നുവെച്ചാൽ ഞാൻ നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാം, അപ്പോഴത്തേക്കും നീ എവിടെയും പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. തമാശ പറയേണ്ട നേരമല്ല ഇത്, എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമാക്കിയിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവരണം അമ്മേ എന്നാണ് എനിക്ക് ആഗ്രഹം. എല്ലാവരും സന്തോഷത്തോടെ ആ കുടുംബത്തിൽ ജീവിക്കണം, അതാ എനിക്ക് ആഗ്രഹം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നത് കാണുകയും ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മനു പറയുക, നിൻ്റെ സന്തോഷം മാത്രം നീ കളഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുക്കലാണല്ലോ നിനക്ക് പണ്ടേ ഉള്ള ഒരു ജോലി. എന്തായാലും നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, എന്തായാലും ആ ഉദ്ദേശം നടക്കുന്നില്ല, ഞാൻ അത് നടത്തിക്കേയില്ല. നീ ആണെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം, എനിക്കത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് മനു പറയുന്നുണ്ട്. ഇല്ല, ഞാനാണെങ്കിൽ സഹായം ചോദിച്ചത് എനിക്ക് എവിടെയെങ്കിലും വേറൊരു സ്ഥലം താമസിക്കാൻ എനിക്ക് ഏർപ്പാടാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് മനു പറയുക, ഞാനത് ആലോചിക്കാം, അത് എനിക്ക് അങ്ങോട്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ വിളിക്കുന്നുണ്ട് മനുവിനെ. എന്താ അവിടുത്തെ കാര്യം, എന്തായി, അവർ വന്നിട്ട് വൈജയന്തി വരാൻ വല്ല തീരുമാനമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് മനു പറയുക, ഒരു ഇതുമില്ല, ഇപ്പം അലീനെ കണ്ടപ്പോൾ ദേഷ്യത്തിൽ കൂടിയിരിക്കുക, ആ പിശാച് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് കൃഷ്ണയുടെ അടുത്തൊക്കെ. അപ്പോഴത്തേക്കും കൃഷ്ണ പറഞ്ഞു, പിശാചല്ല, അത് ഇവിടുത്തെ ഞങ്ങളുടെ ചേച്ചി അലീന എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ദേഷ്യം കയറി ആൻറ്റിക്ക് എന്ന് പറയുന്നുണ്ട് മനു. ഇത് കേട്ടതും ബാലചന്ദ്രൻ പറയുക, അവൾക്ക് അവളുടെ അടുത്തുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ല, കണ്ടോ അത്രയ്ക്ക് വൈരാഗ്യം ഇരിക്കുന്നത്, ഈ സത്യം പുറത്തറിയുന്ന നിമിഷം എന്തായിരിക്കും, നമുക്ക് കാണേണ്ടത് തന്നെയാണ് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക മനു, എനിക്കും അത് തന്നെ ഒരു ആകാംക്ഷയായിട്ടിരിക്കുന്നത്, എന്താ സംഭവിക്കാൻ പറ്റുമെന്ന് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ അന്ന് എനിക്ക് ആൻറ്റി ഏറ്റവും കൂടുതൽ ദുഃഖിക്കാൻ പോകുന്നത്, ആൻറ്റിയെ സങ്കടം എന്താണെന്ന് ആൻറ്റിക്ക് മനസ്സിലായിട്ടില്ലല്ലോ, ആൻറ്റിക്കൊരു വേദന വരുമ്പോഴത്തേക്ക് അത് കൂടുതൽ മനസ്സിലാവുകയുള്ളൂ എന്ന് മനുവും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ
ഇപ്പോൾ എരിതീറ്റിൽ തീ കത്തിക്കൊണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അലീനയും വെച്ച് ഇപ്പം വൈജയന്തി ആൻറ്റി കുറേ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൂട്ടുന്നുണ്ട്. ഇത് കേട്ടിട്ട് അമ്മയ്ക്കും ദേഷ്യം കൂടിയിട്ടുണ്ട് അവളുടെ അടുത്ത്. അച്ഛൻ്റെ അടുത്താണെങ്കിൽ എന്തോ സംസാരിച്ച് വഴക്ക് കൂടണതും കണ്ടു. അത് അലീനയും എൻ്റെ കാര്യം പ്രശ്നമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ ഇനി ഒരു അടിപിടി നടക്കുമെന്നാണ് എനിക്ക് സംശയം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടതും പറയുക, എന്തായാലും അത് നടക്കാൻ പോകുന്ന കാര്യമാണല്ലോ, ഇനി എന്താ അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത്, നിനക്ക് ഇഷ്ടമാണല്ലോ, അതുപോലെ തന്നെ അവക്കും, പിന്നെ അതങ്ങ് നടക്കട്ടെ, നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ എന്നും പറയുന്നുണ്ട്. ശരി അങ്കിളെ, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് രാജീവിൻ്റെ അടുത്ത് ഫോൺ വിളിച്ച് പറയുക ശിവൻ, എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ. ഇവിടെയാണെങ്കിൽ അലീനയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും ഈ വീട്ടിൽ വരുമെന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കര കാര്യമോ എല്ലാവരുമായിട്ട്. ആ കാര്യം കണ്ടിട്ട് അത്ര പിടിക്കുന്നില്ല വൈജയന്തിക്ക്. അലീൻ്റെ അടുത്ത് സംസാരിക്കുന്നത് പോലും ഇഷ്ടമില്ല പിള്ളേർ. എങ്ങനെയായിരിക്കും അവിടെ ഇത്രയും നാൾ താമസിച്ചത്, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് വൈജയന്തി ആണെങ്കിൽ കേട്ടോണ്ടിരിക്കുക, ഫോൺ വിളിക്കുന്ന, ആരാ ഇവിടുത്തെ ന്യൂസ് കൊടുക്കാൻ പോകുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തിനാ നീ അറിയുന്നേ, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ വിളിക്കും, ഫോണല്ലേ ഇരിക്കുന്നേ, എൻ്റെ കാര്യമാണല്ലോ പറയുന്നേ, ആരാ രാജീവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ തന്നെയാ, എന്താ ഇനി അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവൻ കൂടെ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്.